ദിവസങ്ങളിൽ നിന്നെ സഹായിക്കാൻ അവൻ മേഘാരൂഢനായി വരികയാ. വിശ്വാസമുണ്ടോ? നാട്ടുകാരുടെ കൂടെ നിന്ന് കമന്റ് പറയുന്നവനല്ല യേശു. ഇപ്പോൾ നിന്റെ അവസ്ഥ പുഴുവിൻ്റെ അവസ്ഥയാ, പക്ഷെ നിന്നെ ഒന്ന് സഹായിക്കാൻ പോകുകയാ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വളരെ സുപരിചിതമായ വാക്യങ്ങളാണ്. നമുക്ക് വായിച്ചു കേൾക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. ഇതാ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെയാക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും, കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോകും, ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ പുകഴും. വേദപുസ്തക ചരിത്രത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് ഇസ്രായേൽ. അവരെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയും വലിയ ദൈവാലോചനയും അവരെക്കുറിച്ചുണ്ട്. എന്നാൽ വേദപുസ്തക ചരിത്രം പഠിക്കുമ്പം ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം അവർക്ക് കൊടുത്തപ്പം അവർ ദൈവത്തെ മറക്കുകയും ദൈവത്തെ വിട്ട് അന്യ ദൈവങ്ങളുടെ അടുക്കലേക്ക് പോവുകയും പലതരത്തിൽ ബന്ധിക്കപ്പെടുവാനും ഇടയായിത്തീർന്നു. അവരുടെ പിന്മാറ്റത്തെ ചികിത്സിക്കുവാൻ ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. പ്രവാചകൻ പ്രവചിച്ചു തുടങ്ങുന്നത്, കാളതൻ്റെ ഉടയവനെയും കഴുതൻ്റെ യജമാനെയും അറിയുന്നു, എൻ്റെ ജനം ഇപ്പോൾ എന്നെ അറിയുന്നില്ല. അങ്ങനെ പ്രവചിച്ച് വന്നപ്പം, സ്തോത്രം, 41-ാം അധ്യായത്തിൽ വന്നപ്പം ആ ജനതയോട് പ്രവചിക്കുക, സ്തോത്രം, ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ ഒരു പുഴുവിൻ്റെ അവസ്ഥയായിട്ട് മാറിയിരിക്കുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളെ മറക്കത്തില്ല, ഞാൻ നിങ്ങളെ ഒന്ന് സഹായിക്കാൻ പോവുക. സ്തോത്രം, പുഴുവിൻ്റെ അവസ്ഥയിലായിരിക്കുന്ന നിന്നെ ഒരു മെതിവണ്ടിക്ക് സമനാക്കി മാറ്റി നിനക്ക് മുമ്പിൽ ഇന്ന് തലപൊക്കി നിൽക്കുന്ന പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുന്ന ഒരു മെതിവണ്ടിയെ പോലെ നിങ്ങളെ ഞാൻ ആക്കി മാറ്റാൻ പോകുകയാണ്. സ്തോത്രം. 2 ശബ്ദങ്ങൾ ഈ ദൂതിനകത്തുണ്ട്. സ്തോത്രം. പുഴുവായ യാക്കോബേ, നിന്നെ ഞാൻ ഉപയോഗിക്കാൻ പോവാ. പുഴുവായ യാക്കോബേ, നിന്നെ ഞാൻ സഹായിക്കാൻ പോവാ. ഒന്നുകൂടെ കയറിപ്പോയ 2 ശബ്ദമാണ് ഈ 3 വാക്യത്തിൽ നിന്ന് പറയാനുള്ളത്. യാക്കോബേ, ഇസ്രായേലേ, ഇപ്പം നീ ഒരു പുഴുവിൻ്റെ കണക്കെ ആയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ നിന്നെ ഒന്ന് സഹായിക്കും. 2, നിന്നെ ഞാൻ എൻ്റെ കൈകളിൽ ഇനിയും ഒന്ന് ഉപയോഗിക്കാൻ പോവുക. പ്രാർത്ഥനയോടെ ഇരിക്കുന്നുവെങ്കിൽ ജീവിതത്തിൻ്റെ മേഖലകൾ ബന്ധിക്കപ്പെട്ടു പോയവർ, അമർന്നു പോയവർ, ഒതുങ്ങിപ്പോയവർ, ഒരു പുഴുവിൻ്റെ സമമായി ശൂന്യതയിലേക്ക് പോയവരോടൊക്കെ ദൈവം പറയുന്നൊരു ദൂത, നിന്നെ എനിക്ക് സഹായിക്കാൻ പദ്ധതിയുണ്ട്. സ്തോത്രം. വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ക്രിസ്തീയ ജീവിതം ആരംഭിച്ച ചിലരുടെ ജീവിതത്തെ വല്ലാതെ ദുഷ്ടശക്തികൾ കയറിയിറങ്ങി അവരെ മെതിച്ചു തകർത്ത് അവരെ വല്ലാത്തൊരു രൂപത്തിലാക്കി കളഞ്ഞെങ്കിൽ ദൈവം പറയുക, ആരെല്ലാം കൈവിട്ടാലും നിന്നെ ഞാൻ കൈവിടത്തില്ല, ഞാൻ നിന്നെ സഹായിക്കും. അടുത്തിരിക്കുന്ന ഒന്ന് കൈ കൊടുത്ത് വെച്ച് പറ, ദൈവത്തിൻ്റെ സഹായം ഉടനെ ഉണ്ടെന്ന് പറ. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം ശ്രദ്ധേയമായ വാക്യമാണ്. യശൂരിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. യശൂരിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. എന്തിന്? നിന്റെ സഹായത്തിനായി. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ഇപ്പം നിന്റെ അവസ്ഥ യാതൊരു കഴിവുമില്ലാത്ത ഒരു പുഴുവിൻ്റെ അവസ്ഥ പോലെ ആയിരിക്കുക. എന്നാൽ ഈ ദിവസങ്ങളിൽ നീ അങ്ങനെ തീർന്നു പോകത്തില്ല. ഞാൻ നിന്നെ ഒന്ന് സഹായിക്കാൻ പോകുകയാ.
ഈ ദിവസങ്ങളിൽ ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുക, കഴിവുകെട്ട നിൻ്റെ അവസ്ഥ കണ്ട് നിന്നെ നോക്കി ചിലർ നിഗൂഢ പദ്ധതികൾ മെടയുമ്പോഴും ദൈവം പറയുക, അവർക്കൊന്നും നിന്നെ തകർക്കാൻ പറ്റത്തില്ല. നീ എൻ്റെ പദ്ധതിക്കകത്തുള്ളതാ, നീ എൻ്റെ ആലോചനയ്ക്കകത്തുള്ളതാ, നീ തകർന്നു പോകത്തില്ല. ഞാൻ നിന്നെ സഹായിക്കാൻ പോവാ. വേദപുസ്തകം പഠിക്കുമ്പം സ്തോത്രം, ഒരു കാലത്ത് ഉന്നതമായ കുടുംബപ്പേരോടുകൂടിയ ചില വീടുകൾ, സ്തോത്രം, പണ്ടൊക്കെ ജന്മികളും അടിയാന്മാരുമുള്ള കാലഘട്ടമുണ്ട്. സ്തോത്രം, വലിയ ജന്മികളുടെ വീടിൻ്റെ അവിടെ പണ്ടത്തെ അടിയാന്മാർക്ക് ചെല്ലാൻ പറ്റത്തില്ല. സ്തോത്രം, ഇന്ന് ജന്മിയുടെ വീട് ജപ്തിക്കും അടിയാനെന്ന് വിധിച്ചവൻ കൊട്ടാരം പോലുള്ള വീടും വെച്ചു. എവിടാ കുഴപ്പം പറ്റിയ പറയാം. സ്തോത്രം, ഞാനൊരു സന്ദേശം പറയാം. ദൈവം അനുഗ്രഹങ്ങൾ തരുമ്പം ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യരുത്. സ്തോത്രം, നീ കൈയടിക്കുന്നവനാണോ, പാടുന്നവനാണോ, പ്രാർത്ഥിക്കുന്നവനാണോ, ഇതൊന്നുമല്ല ചോദ്യം. ദൈവഹിതമില്ലാത്തത് ചെയ്തു കൂട്ടരുത്, നീ പരാജയപ്പെട്ടു പോകും. ദൈവം അനുഗ്രഹങ്ങൾ തരുമ്പോൾ അതിനൊത്ത് ദൈവത്തോട് ചേർന്ന് ജീവിച്ചാൽ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ ജനത മുഴുവൻ ഇപ്പോൾ ഇവരെ പരിശുദ്ധാത്മാവ് കാണുക ഒരു പുഴുവിൻ്റെ ഷേപ്പിൽ ഇവരായിരിക്കുക. എന്ന് പറഞ്ഞാൽ, പുഴുവെന്ന് പറഞ്ഞാൽ അതിന് വേറെ അർത്ഥത്തിൽ പോകണ്ട. എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ട് എഴഞ്ഞെഴഞ്ഞ് നടക്കുന്ന ഒരു പുഴുവിന് സമമായി ഇസ്രായേൽ തീർന്നിരിക്കുക. സ്തോത്രം, ദൈവം പറയുക, പേടിക്കണ്ട, ആ പുഴുവിനെ പോലെ എഴഞ്ഞ് നടക്കുന്ന നിന്നെ ഞാനൊന്ന് സഹായിക്കാൻ പോവാ. യേശുവിൻ്റെ ദൈവത്തെ പോലെ ഒരു ദൈവം വേറെയില്ല. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തിലൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എനിക്കിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയാനുണ്ട്. ഈ ദിവസങ്ങളിൽ നീ ഇങ്ങനെ അങ്ങ് കിടക്കുമെന്ന് ചിന്തിക്കരുത്. ഒരു സഹായം ഇറങ്ങും നിനക്ക് വേണ്ടി. ഹല്ലേലൂയ. നിൻ്റെ അവസ്ഥ നോക്കി സഹിക്കാൻ വയ്യാത്തൊരവസ്ഥ ഒരു മനുഷ്യന് വന്നാൽ നമ്മൾ നോക്കി നിന്നേച്ച് പറയുന്നൊരു പദമുണ്ട്, എന്നാലും ഇവനിത് വന്നല്ലോ, എന്നാലും ഇവക്കിത് വന്നല്ലോ. അയ്യോ, പാടുന്ന വീടായിരുന്നല്ലോ, പ്രാർത്ഥിക്കുന്ന വീടായിരുന്നല്ലോ, അവക്കിത് വന്നല്ലോ എന്ന് നാട്ടുകാർ പറയുമ്പം ദൈവം അങ്ങനെ പറയുവല്ല. കർത്താവ് പറയുന്നത്, ഞാൻ എൻ്റെ സഹായം അയക്കാൻ പോവാ. എങ്ങനെ അയക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. അവൻ ദൈവത്തിന് സ്തോത്രം, നിനക്ക് സഹായത്തിനായി അവൻ ആകാശത്തിലൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. ഈ ദിവസങ്ങളിൽ അവൻ സങ്കീർത്തനക്കാരൻ പറയാം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം. ഞാൻ നിങ്ങളോട് പറയാം, നാട്ടുകാർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അളവിൽ ഒരു സഹായം നിനക്ക് വരുന്നു. ഓ, നിന്റെ രക്തബന്ധങ്ങൾക്ക് വിശ്വസിക്കുവാൻ പറ്റാത്തൊരു സഹായം. എബ്രായ ലേഖനകർത്താവ് എഴുതുക, അതുകൊണ്ട് തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തിയല്ല. ചിലർ ചോദിക്കത്തില്ലയോ, രാവിലെ ബൈബിളും ചേർത്ത് പിടിച്ചോണ്ട് നീ എന്തോയിന് പോവുക? സ്തോത്രം, നാട്ടുകാർക്കും വീട്ടുകാരുടെ മുമ്പിലൂടെ നിന്ന സഹിച്ച് കറുത്ത ബൈൻഡിട്ട ബൈബിളും പിടിച്ചോണ്ട് വരുമ്പോൾ ഓർക്കണം, തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ഞാൻ ദൈവസന്നിധി വന്നിരിക്കുക. ഇന്ന് പകൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ദിവസങ്ങളിൽ നിന്നെ സഹായിക്കാൻ അവൻ മേഘാരൂഢനായി വരികയാണ്. വിശ്വാസമുണ്ടോ? നാട്ടുകാരുടെ കൂടെ നിന്ന് കമൻ്റ് പറയുന്നവനല്ല യേശു. ഇപ്പോൾ നിൻ്റെ അവസ്ഥ പുഴുവിൻ്റെ അവസ്ഥയാ, പക്ഷെ നിന്നെ ഒന്ന് സഹായിക്കാൻ പോകുകയാ. സ്തോത്രം. ഒരിക്കലും ഒരു അപ്പന് ഒരു മകനെ കൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ ചെന്നു. സ്തോത്രം. ആ മകനെ വല്ലാത്ത രോഗം ബാധിച്ചിരിക്കുക. അതെപ്പോൾ അവനെ പിടിച്ചാലും തീക്കകത്തും വെള്ളത്തിനകത്തും തള്ളിയിടും. സ്തോത്രം. ചരിത്രം പറയുന്നത് സ്തോത്രം, മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലാണ് അതിൻ്റെ വിവരണം. സ്തോത്രം. ഓരോ ദിവസവും ഇവൻ്റെ അവസ്ഥ വല്ലാത്ത ഗതികേടിലായിരിക്കുക. ശിഷ്യന്മാരടുക്ക കൊണ്ടുവന്നു, അവർക്കവനെ സൗഖ്യമാക്കാൻ പറ്റിയില്ല. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് അപ്പൻ പറഞ്ഞു, നിൻ്റെ ശിഷ്യന്മാരടുക്കൽ ഞങ്ങൾ ഇവനെ കൊണ്ടുവന്നു, ഇവനെ സൗഖ്യമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു പറഞ്ഞു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് പറയുമ്പം ആ കുഞ്ഞിനെ തകർത്ത ദുരാത്മാവ്, അവനെ ഒതുക്കി ഒതുക്കി ഇല്ലായ്മപ്പെടുത്തിയ ദുരാത്മാവ്, തീയിലും വെള്ളത്തിലും പരസ്യമായി തള്ളിയിട്ട് അപമാനിച്ചു കൊണ്ടിരുന്ന ദുഷ്ടശക്തിയെ കർത്താവ് സ്തോത്രം വന്ന അപ്പം പറയുക, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ എന്ന്.
ഉടനെ കർത്താവ് പറയുകയാണ്, നമുക്ക് മർക്കോസിന്റെ സുവിശേഷം ഈ ദൈവത്തിന് സ്തോത്രം 9-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വായിച്ചു. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിലെന്നോ. അതിന് മുകളിലത്തെ വാക്യം കൂടെ, അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടുണ്ട്. അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ, പറയാം, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ. അവൻ ഒത്തിരി അടുത്ത് അപേക്ഷിക്കാൻ പോയി, അവിടുന്ന് ഒന്നും അവന് സഹായം കിട്ടിയില്ല. അവൻ അവസാനം പറയുക, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണേ എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നില്ല, ആ മിനിറ്റിൽ ആ മകൻ സൗഖ്യമായി. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക, ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ അവസ്ഥ കണ്ട് അയ്യോഭാവത്വം പറയുന്നവരുണ്ട്. യേശു അത് പറയാൻ വന്നതല്ല, നിന്നെ സഹായിക്കാൻ വന്നതാ. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, ഉടനെ ദൈവത്തിൻ്റെ സഹായമുണ്ട്. സ്തോത്രം. നിങ്ങൾ മനുഷ്യരുടെ സഹായം ചോദിക്കരുത്, മനുഷ്യരിൽ ആശ്രയിക്കരുത്. മനുഷ്യരിൽ എന്ത് ചെയ്യരുത്? ആശ്രയിക്കരുത്. മനുഷ്യരിൽ ആശ്രയിക്കരുത്. ഒരു ദൈവമൈതല്, സ്തോത്രം, ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് പഠിക്കുന്ന എവിടെയാണെന്നറിയാമോ? സൺഡേ സ്കൂൾ തൊട്ടാ. സ്തോത്രം. ഈ ബൈബിളിൽ ഒരപ്പന് 2 മക്കളുള്ള ചരിത്രം ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. സ്തോത്രം. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഒരുത്തൻ അപ്പനോട് പറഞ്ഞു, അപ്പാ, നിന്റെ വസ്തുവകയെല്ലാം പകുതി എനിക്ക് തരണമെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പന് എല്ലാം വീതിച്ചു കൊടുത്തു. രാമഞ്ചിറ കിടക്കുന്നത്, സ്തോത്രം, ഇവന്. രാമഞ്ചിറ കഴിഞ്ഞ് ചങ്ങനാശ്ശേരിയിലോട്ട് പോകുന്നിടത്ത് മൂത്തവന്. സ്തോത്രം. 10 ആടുണ്ടെങ്കിൽ 5 മറ്റവന്. ഇങ്ങോട്ട് നോക്കി, മുഴുവൻ വീതിച്ചു കൊടുത്തു. സ്തോത്രം. ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് അവൻ ദൂരദേശത്ത് പോയി ധാരാളിയായി ജീവിച്ചു. സ്തോത്രം. ഇഷ്ടംപോലെ ബിസിനസ് തുടങ്ങി. അവൻ മനസ്സിൽ പറയുക, അപ്പന് വല്ലതും വീട് പുലർത്താൻ അറിയാമോ? ഇങ്ങോട്ട് ഞാൻ പുലർത്തി കാണിക്കാം. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെ അവൻ കൊണ്ടുപോയി തുടങ്ങാവുന്ന എല്ലാം തുടങ്ങി. സ്തോത്രം. തിരുവല്ലാക്കാരനാണ്, തിരുവല്ലായി തുടങ്ങി 2 ബേക്കറി ഇട്ടു. സ്തോത്രം. അന്നേരം ബേക്കറി വളർന്നപ്പം അവൻ നേരെ കോട്ടയത്തോട്ട് കൊണ്ടുപോയിട്ട്, സ്തോത്രം, അവിടെ ഒരു ബേക്കറി ഇട്ടു. അന്നേരം പറഞ്ഞു, അതിനെക്കാട്ടി നല്ലത്, സ്തോത്രം, ബോംബെയിലാന്ന് പറഞ്ഞു. അപ്പോൾ ബോംബെ കൊണ്ടൊരു ബേക്കറി ഇട്ടു. ആരാണ്ട് ബോംബെ ചെന്നപ്പോൾ പറഞ്ഞു, ദുബായിയാ സൂപ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ ദുബായി പോയി. മൊത്തം പണിയാണ്. അന്നേരം ആരാണ്ട് പറഞ്ഞൊരു ഫാം തുടങ്ങാൻ പറഞ്ഞു. അപ്പോൾ തിരിച്ചു വന്നൊരു ഫാം തുടങ്ങി. 100-500 പശുക്കളും. സ്തോത്രം. ഒരു ദിവസം ഒരു വല്ലാത്ത വൈറസ് വന്നതാ. പശുക്കളെല്ലാം ഒന്നിച്ച് ചത്തു. സ്തോത്രം. ബേക്കറിൽ ഒരുത്തൻ ആത്മഹത്യ ചെയ്തു. ഓരോന്ന് പൂട്ടാൻ തുടങ്ങി. അവിടെ ഒരു വാക്യമുണ്ട്. അവസാനം അവൻ അവിടെ ചെന്ന്, സ്തോത്രം, മൃഗങ്ങളെ നോക്കുന്ന ഒരു മനുഷ്യനിൽ ആശ്രയിച്ചു. ആ വാക്യം ഒന്ന് വായിച്ച്. സ്തോത്രം. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവൻ അവിടെ ചെന്ന് പൗരന്മാരിൽ ഒരുത്തനെ ആശ്രയിച്ചു. സൺഡേ സ്കൂളിൽ വിട്ടപ്പോൾ ഇവൻ പോയില്ല. ഇവൻ അപ്പനും അമ്മയും വിട്ടുമില്ല. കാരണം കൊച്ചിന് വയറ്റുവേനയാന്ന് പറഞ്ഞ് വിട്ടില്ല. അന്നിവിടെ സൺഡേ സ്കൂളിലെ സാറ് പഠിപ്പിച്ചതാ, ദൈവത്തിൽ ആശ്രയിക്കണം. സഭായോഗത്തിന് മോൻ എന്താ യോഗത്തിന് വരാത്തെ? ഇതൊന്നുമില്ല. നേരം പറഞ്ഞു, അയ്യോ, അവൻ ഇന്നലെ രാത്രി മുഴുവൻ കമ്പൈൻ സ്റ്റഡിയായിരുന്നു, അതുകൊണ്ട് അവന് വരാൻ പറ്റിയില്ല. അത് രാവിലെ 6 മണിക്കൊക്കെ വരാൻ പറ്റുമോ പാസ്റ്റേ? വേണ്ട. അവന് പ്രതിസന്ധി വരുമ്പോൾ ജന്മികളിൽ ആശ്രയിക്കും. പക്ഷെ ഇവിടെ പഠിപ്പിച്ചാൽ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കും. കൊണ്ട് മിണ്ടുന്നില്ല. ആരാധന വരുമ്പോൾ ഒരാൾ പഠിക്കുന്ന നോക്കണം, ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ ചർച്ചയിൽ ഒരു ബ്രദർ മോനെയും കൊണ്ട് വന്നിട്ട്, മോനെ കാറിലിരുത്തി AC ഓൺ ചെയ്ത് കൊടുത്ത് ഫോണും കൊടുത്ത് കളിച്ചുകൊണ്ടിരുന്നോളാൻ പറയും. യോഗം തീരാറാകുമ്പം അപ്പുറത്തെ ഡോറിൽ കൂടെ വന്നിട്ട് എന്നെ കൈപൊക്കി കാണിക്കും. ഈ മോനെ പോലെ എത്ര പിള്ളേരെ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അപ്പം ഞാനും കൈപൊക്കി കാണിക്കും. അവനോർത്ത് പാർശ്വ വിചാരിക്കും, യോഗം തുടക്കം മുതൽ ഒടുക്കം വരെ ഒരുത്തൻ്റെ കൺപീല് ചലിച്ചാൽ എനിക്കറിയാം. എന്നോടാ. നിങ്ങളാരും മിണ്ടുന്നില്ല. ആർക്കാ നഷ്ടം? സ്തോത്രം. പിള്ളേരെ വചനം പഠിപ്പിച്ചാൽ
പിള്ളേരുടെ നല്ല ഭാവി കാണാം. സ്തോത്രം. ശ്രദ്ധിക്കണം. അവൻ ആരിൽ ആശ്രയിച്ചു? ഒന്ന് വായിച്ചേ. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അപ്പൊ ദൈവത്തിൽ ആശ്രയിക്കാൻ ഇവൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ആരിൽ ആശ്രയിച്ചു? പൗരന്മാരിൽ. നിന്റെ അടുക്കൽ ഒരു സഹായം, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ അടുക്കൽ ഒരാൾ സഹായം ചോദിച്ചു വന്നാ നിങ്ങൾ ആ പുള്ളിയെ സഹായം കൊടുത്ത് ദോഷം പഠിപ്പിക്കരുത്. അവിടെ മിണ്ടുന്നില്ലല്ലോ. സ്വതന്ത്രമൊക്കെ പോയോ? അവിടെ മിണ്ടുന്നില്ല. ഒരാൾ നിങ്ങളോടൊന്ന് പറയാം, പാസ്റ്ററെ അല്ലേ എന്നെ അങ്ങ് വിട, വേറെ ആളെ പിടി. സാമേ ഭയങ്കര ആവശ്യമുണ്ട്, എനിക്കൊരു 10,000 രൂപ തരണമെന്ന് പറഞ്ഞാൽ അച്ഛാ ഇപ്പം തരാമെന്ന് പറഞ്ഞ് എടുത്ത് കൊടുക്കല്ലേ. അവന് ദൈവത്തോട് ചോദിച്ച് വാങ്ങിക്കാൻ പഠിപ്പിക്കണം അവനെ. അവൻ്റെ പേരാ ഉപദേശി. അവിടെ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. എന്നാ കാര്യം പറയാം, ലോകത്തിലെ ഏറ്റവും വലിയ ഫൈനാൻസർ കർത്താവാ. ഉണ്ട് മിണ്ടുന്നില്ല. അപ്പം ഏറ്റവും വലിയ ഫൈനാൻസറുമായിട്ട് നിനക്ക് ബന്ധമുണ്ടോ? ഉണ്ടോ? ഇങ്ങോട്ട് പറ, മർത്താനെ എന്നോട് പറ. ഉണ്ടോ? പിന്നെന്തിനാ പേടിക്കുന്നേ? സ്തോത്രം. നിന്നെ ബൈബിളിൽ പറയാം, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം ദൈവ സമ്പന്നനാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്, നല്ലൊരു ആമീൻ പറഞ്ഞാട്ട്. നമുക്ക് ഓരോ ആവശ്യം വരുമ്പം നമ്മുടെ മനസ്സിൽ ഓരോ റേഞ്ചിലുള്ള ആൾക്കാരെ ഓർമ്മ വരും പെട്ടെന്ന്. ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ വേണം. സ്തോത്രം. പണ്ടൊക്കെ എനിക്കൊക്കെ ഒരു ആവശ്യം വരുമ്പം ഞാൻ ചോദിക്കുമായിരുന്നു. ഇപ്പം ചോദ്യം നിർത്തിവെച്ചേക്കുക. സ്തോത്രം. ആരോടും ചോദിക്കരുത്, ആരോട് മാത്രം ചോദിക്കണം. നടത്തിയിരിക്കുന്ന കൈ കൊടുത്തോടെ ദൈവത്തോട് മാത്രം ചോദിക്കണമെന്ന് പറ. ദൈവത്തെ മാത്രം ആശ്രയിക്കണം. ആദ്യം ഇച്ചിരി പാടാ, പക്ഷെ അങ്ങനെ ശീലിച്ചാൽ പിന്നെ ഒരു പാടുമില്ല. അങ്ങനെ ശീലിച്ചാൽ ഒരു പാടുമില്ല. സ്തോത്രം. ഞാൻ ഈയിടെ ഒരാളെ കണ്ടു. ആ പുള്ളിക്കാരന് 54 വയസ്സുണ്ട്. ഇതുവരെ ഒരു വിക്സ് പോലും നെറ്റിക്ക് നൂത്തിട്ടില്ല. അങ്ങനെ ശീലിച്ചതാ. സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരാളെ ഞാൻ കണ്ടു, 46 വയസ്സിൽ ഒരു മരുന്നും കഴിച്ചില്ല. പക്ഷെ 47-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അത് മരുന്ന് കഴിക്കാൻ മരിച്ചല്ല. ദൈവം എത്രയേ ആയുസിട്ടുള്ളൂ. അവിടെ മിണ്ടുന്നില്ല. അപ്പം എന്താ ഇവിടുത്തെ ദൂത്? ഇവിടുത്തെ വചനം എന്താ? ശ്രദ്ധിക്കണം. അവൻ ആരിൽ ആശ്രയിച്ചു? അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരു പൗരനിൽ അല്ലെങ്കിൽ മനുഷ്യരിൽ എന്ത് ചെയ്തു? ആശ്രയിച്ചു. അതിന്റെ കാരണം എന്താ? അവന്റെ പേരൻസ് ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിച്ചില്ല, അവൻ പഠിച്ചുമില്ല. അതുകൊണ്ട് അവന് സംഭവിച്ചത് എന്നാ അറിയോ? ഞാൻ ഇനിയും വിവരിക്കുന്നില്ല. സ്തോത്രം. അവൻ്റെ അപ്പൻ്റെ വീടിനെ കുറിച്ച് ബോധം വന്നു. സ്തോത്രം. ഇവന് പന്നികളെ നോക്കുന്ന ജോലിയാ. സ്തോത്രം. എന്തുവാ? പന്നികളെ നോക്കുന്ന ജോലിയാ. ഫുഡ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് വേറെയാ. അവര് ഫുഡ് ഡിപ്പാർട്ട്മെന്റിനകത്ത് ഇവൻ കൈയിടാൻ നോക്കിയവൻ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം ബോധം വന്നു, എൻ്റെ അപ്പൻ്റെ വീട്ടില് എത്രയോ കൂലിക്കാരെ. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ചു ചെയ്തു കൂട്ടിയതല്ല ഈ സുബോധം ഇല്ലാതാ. എന്താ ഇല്ലാതാ? ചില പിള്ളേരൊക്കെ കാണിക്കുന്നതിനകത്ത് ഒരു സുബോധവും ഇല്ല. പ്രായമുള്ളവർക്കും സുബോധവും ഇല്ല. വേണ്ട മിണ്ടുന്നില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ശരിക്കും ഈ ആരാധനയ്ക്ക് നടുവി വരുമ്പോഴാണ് കുറച്ച് ബോധമൊക്കെ വരുന്നത്. അത് ചൊവ്വ ആരാധിച്ചില്ലേ വരത്തുമില്ല. സ്തോത്രം. സുബോധം ഉണ്ടായി. എൻ്റെ അപ്പൻ്റെ വീട്ടില് എത്രയോ കൂലിക്കാര് എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ചെന്ന ശേഷിപ്പിക്കണോ നിനക്ക്? ദൈവത്തിന് സ്തോത്രം. അമ്മേ, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ കൂലിക്കാര് ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. ഒന്നിനും കുറവില്ലാത്ത അപ്പൻ്റെ വീട്. നീ അപ്പൻ്റെ വീട്ടിൽ നിന്ന് എന്നകന്നോ, അപ്പൻ്റെ വീട്ടിൽ നിന്ന് എന്ന് പിരിഞ്ഞോ, അന്ന് നിന്റെ ബോധം പോയി. തിരിച്ചപ്പൻ്റെ വീട്ടിലേക്ക് വാ, നിന്നെ അവകാശിയാക്കാൻ അപ്പൻ റെഡിയാ. ഹല്ലേലൂയ. ഞാൻ വാക്യത്തിലോട്ട് വരിക. അപ്പം അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, നിന്നെ ദൈവം സഹായിക്കുമെന്ന് പറ. ഒരു വിശ്വാസം പറ. ദൈവം നിന്നെ ഈ ദിവസങ്ങളിൽ ആരാധിക്കുന്ന ചിലരോട് പറയാം, നിനക്ക് ദൈവത്തിൻ്റെ വലിയ സഹായം ലഭിക്കാൻ പോവാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിൽ ഒരു വാക്യം വായിച്ച്, മുമ്പേ വായിച്ച വാക്യത്തിന് തൊട്ട് മുകളിൽ 41:13. ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. ഓ ഹല്ലേലൂയ. നിന്റെ വലങ്കൈക്ക് പിടിച്ചു പറയാ, നീ ഭയപ്പെടേണ്ട.
ഞാൻ നിന്നെ സഹായിക്കാൻ പോവാ. നീ തകരുമെന്ന് പറഞ്ഞ വിഷയത്തിൽ നീ ഭയപ്പെടണ്ട. വലം കൈക്ക് പിടിച്ചിട്ട് ദൈവം പറയുക, ഞാൻ നിന്നെ സഹായിക്കും. ഓ ഹല്ലേലൂയ. ഏറ്റവും പുറകെ കൈ കക്കി പിടിച്ച ബ്രദർ ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ. നിന്നെ ദൈവം ഈ ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് സഹായിക്കാൻ പോവാ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സഹായം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിന്റെ ഭാവിയെല്ലാം മാറും, നിന്റെ സാഹചര്യമെല്ലാം മാറും. നീ ആ സഹായത്തിന് വേണ്ടി കൈ ഉയർത്തി പിടിച്ചപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു വസ്തുവിനകത്ത് നിന്ന് ഒരു ദുഷ്ടശക്തി ഇങ്ങനെ എഴഞ്ഞ് അത് ആ വസ്തുവിനകത്ത് നിന്ന് ഓടിപ്പോകുന്ന കാഴ്ച എനിക്ക് പ്രാർത്ഥനയിൽ കാണാം. എഴുതിയിട്ടോ, നിന്നെ ദൈവം സഹായിക്കാൻ പോവാ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയാം. അടുത്ത ആഴ്ച ഇവിടെ ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പ് ചിലര് ദൈവത്തിൻ്റെ സഹായം, അവൻ മേഘാരൂഢനായി മനസ്സുകൊണ്ട് പറഞ്ഞ് നിന്നെ ദൈവം സഹായിക്കാൻ പോവാ. രക്തബന്ധങ്ങൾ പറഞ്ഞു നിന്നെ സഹായിക്കത്തില്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുള്ളവരുണ്ടോ ഒന്ന് കൈപൊക്കിക്കേ. നമ്മൾ ചോദിച്ചപ്പോൾ അവന് സഹായിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുള്ളവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുള്ള കൈപൊക്കിക്കേ. ദൈവം പറയിപ്പിച്ച കാരണം പറയാം, നിന്നെ സഹായിക്കാൻ ദൈവത്തിനാണ് ഇഷ്ടം. ഒരാമ്യം വരുന്നില്ല. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ചിലരോട് ആ ദൂത്, നീ ദൈവത്തിൻ്റെ സഹായം അനുഭവിക്കാൻ പോവാ. എന്നിട്ട് യാക്കോബിനോട് പറയുന്ന അടുത്തതാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനം. സ്തോത്രം. എന്നിട്ട് യാക്കോബിനോട് പറയാം, യാക്കോബേ നിന്നെ ഞാൻ ഉപയോഗിക്കാൻ പോവാ. നിന്നെ ഞാൻ ഉപയോഗിക്കാൻ പോവാ. ഇപ്പം നിന്റെ അവസ്ഥ ഒരു പുഴുവിനെ പോലാ. നിന്നെ ഞാൻ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ നിന്നെ പല്ലേറിയതും. ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിചയെ ഭയപ്പെടേണ്ട. ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ എന്തുവാ? ഒരു പുഴുവിൻ്റെ അവസ്ഥയാ. എഴഞ്ഞഴഞ്ഞാ നടക്കുന്നത്. നിനക്ക് വലിയ കഴിവൊന്നുമില്ല. പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ നീ നോക്കിക്കോണം. ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യും. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ. വാക്യം മുതലേ ഇതാ ഞാൻ നിന്നെ പുതിയതും. ഇനി അവിടെ തൊട്ട് വായിക്കണം. 15. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കും. ഒരു മെതിവണ്ടിയാക്കി തീർക്കും. ഒരാമീൻ പറഞ്ഞാട്ട് എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക. ഇനി ഒരിക്കലും ഉപയോഗിക്കപ്പെടത്തില്ലെന്ന് ചിന്തിച്ച നിന്നെ ദൈവം വേറൊരു ലെവൽ ഉപയോഗിക്കാൻ പോവാ. ഹല്ലേലൂയ. നിന്റെ വീടിൻ്റെ വിടുതലിന് നിന്നെ ഉപയോഗിക്കും. നിന്റെ ദേശത്തിൻ്റെ വിടുതലിന് നിന്നെ ഉപയോഗിക്കും. നിന്റെ സഭയുടെ ഉയർച്ചയ്ക്ക് നിന്നെ ദൈവം ഉപയോഗിക്കാൻ കൊതിക്കുന്ന ചിലതിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ ദൈവത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ഞാൻ ഇതിനകത്ത് ചിലരെ ഉപയോഗിക്കും. നിന്റെ സന്തതിയുടെ വിടുതലിന് വേണ്ടി ദൈവം നിന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ ദേശത്ത് നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് തകർന്നു പോകാനല്ല, നിന്നെ ആ ദേശത്ത് ദൈവം ഉപയോഗിക്കാൻ പോവാ. ഞാൻ നിന്നെ പല്ലേറിയതും മൂർച്ചയുള്ളതുമായ ഒരു മെതിവണ്ടിക്ക് സമമായിട്ട് ഞാൻ നിന്നെ ഉപയോഗിക്കും. ഈ ദിവസങ്ങൾ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവം പറയുക, കയ്യിലിണങ്ങിയ ആയുധം പോലെ നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോവാ. നീ പരാജയപ്പെട്ടെന്ന് പറഞ്ഞെടുത്ത് ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവാ. മനസ്സിനകത്ത് പറഞ്ഞ് ചിലർക്ക് നേരെ ദൈവം വിരളി ചൂണ്ടുവാ. ഇത് തലകുനിക്കുന്ന വർഷമല്ല, യേശു നിന്നെ ഉപയോഗിക്കും. സ്തോത്രം സ്തോത്രം. ഞാൻ നിന്നെ പല്ലേറിയതും മൂർച്ചയുള്ളതുമായ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കും. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, ഒന്ന് മൂർച്ച ഉണ്ടാകണമെന്ന് പറ. ഹല്ലേലൂയ. സഭാപ്രസംഗി പ്രസംഗിക്കുന്ന ഒരു ഭാഗമുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിലൊരു വാക്യമുണ്ട്. വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. സ്തോത്രം. നിങ്ങൾ നോക്കണം. മനസ്സിനകത്ത് പറയണം, കർത്താവ് നമ്മളെ ഉപയോഗിക്കാൻ പോവാ. സഭാപ്രസംഗിയുടെ പുസ്തകം 10-ാം അധ്യായം എടുത്തേ 10-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അതിന്റെ വായ്ത്തല തേക്കാതിരുന്നാൽ അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. ചിലരുടെ കയ്യിൽ ആയുധമുണ്ട്, പക്ഷേ അതിന് എന്തില്ല? മൂർച്ചയില്ല. മൂർച്ചയില്ലാത്തതുകൊണ്ട് അധികം ശക്തി അതിന് പ്രയോഗിക്കേണ്ടി വരും. നിങ്ങൾ കണ്ടിട്ടില്ലയോ? ഒരു തടി വെട്ടണമെങ്കിൽ സ്തോത്രം, ആയുധത്തിന് മൂർച്ചയില്ലെങ്കിൽ കുറേ പ്രാവശ്യം എന്ത് ചെയ്യണം? വെട്ടണം. സ്തോത്രം. എന്നാൽ 100 വെട്ടിട്ടും അത് മുറിയുന്നില്ലെങ്കിൽ അതിനർത്ഥം അതിൻ്റെ വായ്ത്തലയൊന്ന് തേച്ചാൽ, സ്തോത്രം, 100 വെട്ടിൻ്റെ സ്ഥാനത്ത് 10 വെട്ട് മതി. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ആയുധത്തിന് ഈ ദിവസങ്ങളിൽ മൂർച്ച വർദ്ധിപ്പിക്കണം. ഇടയ്ക്കടിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന എന്തിനാ? ആയുധത്തിന് മൂർച്ച വെക്കാനാ.
എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, നിന്റെ വായെ ദൈവം ഉപയോഗിക്കാൻ പോവാ, നിന്റെ കയ്യെ ഒരായുധമാക്കാൻ പോവാ. യെസ്, നിനക്ക് പകർന്നേക്കുന്ന അഭിഷേകം തകർക്കാൻ വേണ്ടിയല്ല, നിന്നെ ഉപയോഗിക്കാൻ വേണ്ടിയാ. മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആമി സ്തോത്രം. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചേ. ആമി ദൈവത്തിന് സ്തോത്രം. ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അതിൻ്റെ വായ്ത്തല തേക്കാതിരുന്നാൽ അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ, ഇപ്പം അതൊന്നുമില്ല, പണ്ടൊക്കെ വീടുകളിൽ ഒരു വീടായ ആ വീട്ടിലൊരു വാക്കത്തി വേണം. ഉണ്ടായിരിക്കുമോ? എന്തിനാ? സ്തോത്രം. ഇപ്പം വീടിന് മുറ്റത്ത് മുഴുവൻ കോറിലിട്ടേക്കുക. അതുകൊണ്ടൊരു സ്തോത്രം, ഒരു പച്ചല പോലും ഇല്ലാതെ കോറിലിട്ടേക്കുവാണ്ട് ഇതിനൊന്നും വലിയ ആവശ്യമില്ല. മറ്റേ എന്തിനാണെന്നറിയോ? സകല വീടുകളിലും കാപ്പി കാണും, ഇല്ലയോ? സകല വീടുകളിലും വീടിന് തൊട്ടടുത്ത് കാട് കാണും. സ്തോത്രം. എപ്പോഴും ഒരു വാക്കത്തി കൈ വേണം. എന്തിനാ വെച്ചാൽ ഒരു കാട് മുറ്റത്തോട്ട് വന്നാൽ അതിനെ വെട്ടാനാ. ഞാനൊക്കെ ഓർക്കുന്ന എൻ്റെ വീട്ടിൽ വാക്കത്തിയുണ്ട്, വാക്കത്തിലുള്ള ഒരു അരവ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചിലർ സൈക്കിളിൻ്റെ വീല് പോലെ ഇങ്ങനെ ഒരു സാധനം കെട്ടി ഇത് രാകുന്നവർ ഇത് തോളെ വെച്ചോണ്ട് വിളിച്ചു ചോദിക്കും, കത്തി രാകാനുണ്ടോ? രാകാനുണ്ടോ? ചില ആൾക്കാർ, സ്തോത്രം, ശ്രദ്ധിച്ച് കേൾക്കണം എന്നെ, ചില ആൾക്കാർ കത്തി ഒരു 20 രൂപ കൊടുത്ത് രാഗിക്കും. വേറെ ചിലർക്കൊരു പ്രയോഗമുണ്ട്, അവർ ഈ അരവും വാങ്ങിച്ചു വെക്കത്തില്ല, രാഗിക്കാൻ കൊടുക്കത്തുമില്ല. അരകല്ലിൻ്റെ സൈഡിൽ പോയി എന്തോ ചെയ്യും? ഓർക്കുന്നില്ലയോ? ഇതൊക്കെ മറന്നുപോയോ? അല്ലേ? എപ്പോഴും എന്തു ചെയ്യുക? എന്നിട്ട് ഇങ്ങനെ വിരലുകൊണ്ട് മൂർച്ച ഉണ്ടോയെന്നൊന്ന് നോക്കും. ചൊവ്വേ നോക്കിയില്ലെങ്കിൽ പൂളിപ്പോവും. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം ഈ ചില വീട്ടിൽ ആയുധമുണ്ട്, പക്ഷേ ഈ ഒരു മൂർച്ചയില്ല. വെട്ടും തോറും ഷോൾഡർ വേദന കൂടുവല്ലാതെ മുറിയുന്നില്ല. ഇതേ അർത്ഥം തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്. നിന്റെ ആയുധത്തിന് എന്ത് വേണം? മൂർച്ച വേണം. 144 സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, നിന്റെ കൈകളെ ഞാൻ യുദ്ധം അഭ്യസിപ്പിക്കും, നിന്റെ വിരലുകളെ ഞാൻ പോരഭ്യസിപ്പിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. പറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും. 144 സങ്കീർത്തനം 1-ാം വാക്യമാണ്. എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും. യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കും. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു സന്ദേശം തരിക. ഈ ദിവസങ്ങളിൽ എന്തോ ചിലൊരു സ്പിരിച്വൽ ട്രെയിനിങ് നിനക്ക് തരുക. നിന്നെ എന്തൊക്കെയോ മേഖലകളിൽ ദൈവം ഉപയോഗിക്കാൻ പോവുക. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റുമോ? ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു അമ്മയുടെ ചരിത്രം ഞാനൊന്ന് വിവരിച്ചുകൊണ്ട് വരാം. എനിക്ക് വളരെ പരിചയമുള്ള ഒരു അമ്മയുടെ വീട്ടിൽ അമ്മയുടെ മകന് 19 വയസ്സ് പ്രായമുണ്ട്. സ്തോത്രം. 20-ാമത്തെ വയസ്സിലേക്ക് അവൻ കയറുക. അവൻ്റെ ബർത്ത്ഡേക്ക് എന്നെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. ഞാനവിടെ ചെന്നു. അവൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. കേക്കെല്ലാം കട്ട് ചെയ്തു. സ്തോത്രം. പോരാൻ നേരത്ത് സ്തോത്രം സ്തോത്രം അവൻ്റെ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞു. പാസ്റ്ററെ, കഴിഞ്ഞ 3 വർഷം എൻ്റെ മോൻ ഇവിടെ എന്നാ ബഹളമായിരുന്നെന്നറിയോ? ഇവന് 2 കൂട്ടുകാരുണ്ട്. ഇവർ കൂടി ഒന്നിച്ചിരുന്ന് സിഗരറ്റ് വലിക്കും, ഒന്നിച്ചിരുന്ന് കഞ്ചാവ് വലിക്കും. സ്തോത്രം. ഇവൻ വീട്ടിൽ വരത്തില്ല. ഇവൻ ദിവസവും കൂട്ടുകാരന്മാരുടെ വീട്ടിലാണ്. ഒരു ദിവസം ഈ അമ്മ എന്നുവെച്ച് പറഞ്ഞു, മോനെ, കൂട്ടുകാരെല്ലാം വിളിച്ച് ഇങ്ങോട്ട് പാടാ, അമ്മ ആഹാരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ആ അമ്മ നല്ല അമ്മയാണ്. അതുകൊണ്ട് സ്തോത്രം അമ്മ ആഹാരം ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കും. അതുകൊണ്ട് പിള്ളേരുടെ വാസം ഇവിടെ ആക്കി. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. പിള്ളേർക്ക് വേണ്ടത് കപ്പയിറച്ചിയാണ്. സ്തോത്രം. എന്തിനാ കാര്യം? വേറൊരു സാധനം കുടിക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ കഴിക്കാനാ. അമ്മ എന്ത് ചെയ്യുന്നറിയോ? കപ്പയും കൊടുക്കും, ഇറച്ചിയും കൊടുക്കും പിള്ളേർക്ക്. പക്ഷേ അമ്മ ഈ വേല പഠിച്ച പിള്ളേരെക്കാട്ടി മിടുക്കിയായിരുന്നു. ശ്രദ്ധിക്കണം. അമ്മ കപ്പയെടുത്തൊരു പാത്രത്തിൽ പോയി പ്രാർത്ഥിക്കും, കർത്താവേ, ഇത് മദ്യം കൂട്ടി അവൻ കഴിക്കാൻ പോവാ. ഇത് കൊടുക്കുമ്പം ഇവൻ്റെ അകത്ത് ആ മദ്യം ചെല്ലാതെ വണ്ണം ഇവൻ്റെ ബുദ്ധിയെ കെട്ടിയ ബന്ധനങ്ങൾ അഴിക്കണമെന്ന് ഈ അമ്മ പ്രാർത്ഥിച്ചു. ആദ്യത്തെ ആഴ്ച ഒന്നും പ്രാർത്ഥിച്ചിട്ട് ഏറ്റില്ല. 3-ാമത്തെ ആഴ്ച പ്രാവശ്യം ഇവർ കപ്പയെല്ലാം കൊണ്ടുപോയപ്പം കഴിഞ്ഞപ്പം എല്ലാവരും കഞ്ചാവൊക്കെ വലിച്ചിട്ടുണ്ട് പിള്ളേരൊക്കെ. അതിൽ കൂട്ടത്തിൽ വന്നൊരു ചെറുക്കന് വയറുവേദന, വയറിങ്ങനെ പന്ത് പോലെ ഊതി വീർത്തു. സ്തോത്രം. ഉടനെ അമ്മ പറഞ്ഞു, ആശുപത്രി കൊണ്ടുവരുമ്പോൾ ഡോക്ടർ പറഞ്ഞു, സ്തോത്രം, എന്താ പ്രശ്നമെന്ന് അറിയുന്നില്ല. 2 ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു. പക്ഷേ എന്നിട്ട് അവനെ അമ്മ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. സ്കാനിങ് ഒക്കെ ചെയ്തു, ഒന്നും പിടികിട്ടുന്നില്ല. വയറ് പന്ത് പോലെ വീർത്ത് നിൽക്കുക.
സ്തോത്രം. അവസാനം ചുരുക്കി പറയാം, അവൻ അയ്യോ അയ്യോ വെള്ളം തായോ. അതിന് അമ്മ പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക. അമ്മയ്ക്കറിയാം തമ്പുരാൻ തൊട്ടാന്ന്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ചുരുക്കി പറയാം, സ്തോത്രം. അമ്മ 2 മക്കളോട് പറഞ്ഞു, ഡോക്ടർ കൈവിട്ടു, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒറ്റ വഴിയേ ഉള്ളൂ, ഇവന് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇവൻ തീർന്നു പോവും. അമ്മ കഞ്ചാവ് അടിക്കുന്ന 2 പിള്ളേരും. എന്നാൽ പിന്നെ അമ്മ പറഞ്ഞില്ലയോ പ്രാർത്ഥിക്കാനിരുന്നു. ചുരുക്കി പറയാം, ഒറ്റ വയറുവേദന 4.5 മാസം നീണ്ടു നിന്നു. ഈ ചെറുക്കൻ്റെ അപ്പനും അമ്മയും വന്നു. ചുരുക്കി പറയാം, ആ വീട്ടിൽ കൂട്ടപ്രാർത്ഥന. ചുരുക്കി പറയാം, ഇന്ന് ആ 3 പിള്ളേരും അഭിഷേകം പ്രാപിച്ചു. ആ പിള്ളേരെ വിടുവിക്കാൻ ആ അമ്മയെ ദൈവം ഉപയോഗിച്ചു. ഞാൻ എന്തിനാ ദൂത് പറയുന്നത്? നിനക്കകത്ത് അഭിഷേകം തന്നത് ചില തലമുറകളെ വിടുവിച്ചെടുക്കാനാ, ചില ദേശത്തെ വിടുവിച്ചെടുക്കാനാ. നിന്റെ കൈകളെ യുദ്ധം അഭ്യസിപ്പിച്ച് നിന്റെ വിരലുകളെ ഹല്ലേലൂയ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം. ഒരിക്കലേ പണ്ടിരിക്കാൻ ഞാൻ പറഞ്ഞാൽ ഒന്നുകൂടെ പറയുക. തിരുവനന്തപുരത്ത് നോർത്ത് ഇന്ത്യയിലെ ഒരു പാസ്റ്റർ മോള് തിരുവനന്തപുരത്ത് ഒരു കോളേജിൽ പഠിക്കാനായിട്ട് വന്നു. സുന്ദരിയായൊരു മോള, ഒരു ചെറുപ്പക്കാരൻ അവനുമായിട്ട് അവിടെ അടുക്കെ ചെന്ന് ഹായ് മോളെ എന്നൊക്കെ പറഞ്ഞ് കമ്പനി അടിച്ചു. സ്തോത്രം. അവൾ ഭയങ്കര പ്രാർത്ഥിക്കുന്ന കൊച്ചാ. നിങ്ങൾ നോക്കിക്കേ, അവൻ 1-2 പ്രാവശ്യം അവളോട് സ്നേഹാഭ്യർത്ഥനയൊക്കെ നടത്തി. എന്നിട്ട് അവൻ സ്നേഹിക്കാനൊന്നുമല്ല, അവൻ സാത്താൻ്റെ പള്ളിയിലെ ആളാ. ഒരു സാത്താൻ്റെ പള്ളിയിലോട്ട് ഇവളെ ഒരുത്തിയെ കൊണ്ടുവന്നാൽ ഇഷ്ടം പോലെ കമ്മീഷനാണ്. അതുകൊണ്ട് അവൻ സ്നേഹത്തോടെ പറഞ്ഞു, ഈ ആഴ്ച എൻ്റെ കൂടെ നീ ഒരിടത്ത് വരണം. അവൾ പറഞ്ഞു, അതിനെന്നെ വരാമല്ലോ, എവിടെ വേണേ വരാമല്ലോ, പക്ഷേ എൻ്റെ കസിനോട് പെർമിഷൻ വാങ്ങിക്കണം, പുള്ളി എൻ്റെ ലോക്കൽ ഗാർഡിയൻ, നമുക്ക് ഒന്നിച്ചാ വീട്ടിൽ പോകാം. ഞായറാഴ്ച വൈകിട്ടാണ് പോകേണ്ടി, ഞായറാഴ്ച രാവിലെ ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞു. രാവിലെ ചെന്നപ്പം അവരുടെ വീട്ടിൽ ഒരു കൊച്ചു ചർച്ചുണ്ട്. ആ ചർച്ച് യോഗം നടക്കുക. അന്നേരം ഇവള് പറഞ്ഞു, അയ്യോ അങ്കിള് യോഗം നടത്തുവാന്നല്ലോ, യോഗം കഴിഞ്ഞിട്ടേ പോകാൻ പറ്റത്തുള്ളല്ലോ. ദൈവത്തിന് സ്തോത്രം. അന്നേരം പറഞ്ഞു, എന്നാൽ ഞാൻ കയറുന്നില്ല. ഇല്ലില്ല, കയറിയിരുന്നാലേ അങ്കിൾ അനുഭവം തരത്തുള്ളൂ. സ്തോത്രം. കയറിയിരുന്നപ്പം അവിടെ ഒരു പാസ്റ്റർ പ്രസംഗിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, പ്രസംഗിച്ചുകൊണ്ടിരുന്നതിനിടയിൽ പാസ്റ്റർ പറഞ്ഞു, സാത്താൻ്റെ പള്ളിക്കാരാന്ന് ഒരൊറ്റ വിളിച്ചേ ഉള്ളൂ. അലറി താഴെ വേണ്ടി ഉരുണ്ട് രക്തം ഛർദ്ദിച്ച് ഭൂതം വിട്ടുപോയി. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പോയൊരു കൺവെൻഷനിൽ പ്രസംഗിക്കുക. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാർത്ഥിക്കുന്നവളെ വശീകരിക്കാൻ പോയാൽ ഞാനും കൃപയിലായി. കണ്ടോ, ചിലരെ രക്ഷിക്കാൻ ദൈവം നിന്നെ ഉപയോഗിക്കും. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക, നിന്റെ വീട്ടിൽ ആർക്കുമില്ലാത്ത പ്രശ്നം വന്നെങ്കിൽ അതിനെ വിടുവിക്കാൻ നിന്നെ ഉപയോഗിക്കും. നിന്റെ കൈകളെ അവൻ യുദ്ധം അഭ്യസിപ്പിക്കും. നിന്റെ വിരലുകളെ അവൻ ആരാധിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക, എഴുതിയിട്ടോ, നിന്നെ യേശു ഉപയോഗിക്കാൻ പോവുക, നിന്റെ സന്തതിയെ യേശു ഉപയോഗിക്കാൻ പോവുക. നിന്റെ കുടുംബത്തെ തിരിച്ചറിഞ്ഞു ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവാന്ന് പറ. ഹല്ലേലൂയ. ബൈബിൾ ഇച്ചിലൂടെ ആഴമേറിയ വെളിപ്പാടിലേക്ക് വാ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലോട്ട് നമുക്ക് വേഗത്തിൽ ശ്രദ്ധകളെ കൊണ്ടുപോകാം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അവനൊരു കഴുതയുടെ പച്ചത്താടിയിൽ കണ്ടു. ഇത് ശിംശോന്റെ കാര്യമാണ്. അവനൊരു കഴുതയുടെ പച്ചത്താടിയിൽ കണ്ടു. ഫെലിസ്ത്യരുമായിട്ട് വലിയ പോരാട്ടം നടക്കുക. അതിന്റെ മുകളിലത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാവോ? ഹല്ലേലൂയ. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചു പോയി. അവനൊരു കഴുതയുടെ പച്ചത്താടിയിൽ കണ്ട് കൈനീട്ടി എടുത്ത് അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. ഇവിടെ ശിംശോനെ ഫെലിസ്ത്യര് ബന്ധിച്ചിരിക്കുക. പെട്ടെന്ന് അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വരാൻ തുടങ്ങി. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ആര് ബന്ധിച്ചാലും പേടിക്കണ്ട, അതൊക്കെ ദൈവാത്മാവ് വരുമ്പോൾ തന്നെ കരിഞ്ഞു പോകും. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞ് ദൈവത്തിനോട് സ്തോത്രം ചെയ്തേ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേഗത്തിൽ മുമ്പോട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക. 14-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കാമോ? അവൻ ലേഹിയിലെത്തിയപ്പോൾ, ദൈവത്തിന് സ്തോത്രം, അവിടെ മുതലത് വായിച്ചേ. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. ഇന്ന് പകല് നിന്നെ
ഫെലിസ്തീന് കയറി ഇവനെ ബന്ധിച്ചിട്ടിട്ട് ഹല്ലേലൂയ. പക്ഷേ അവരിവനെ കണ്ടപ്പോൾ അലറാൻ തുടങ്ങിയപ്പോൾ അവിടെ എഴുതിക്കുന്നു, പെട്ടെന്ന് ശിംശോന്റെ മേൽ എന്ത് വന്നു? അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാ, ആര് ബന്ധിച്ചാലും പേടിക്കേണ്ട, ദൈവാത്മാവ് വന്ന് ഇറങ്ങിയാൽ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ശരീരത്തിൽ എവിടെങ്കിലും ഒരു ബന്ധനം ഉണ്ടെങ്കിൽ ഇന്നിവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങുമ്പോൾ ആ ബന്ധനങ്ങളെ ഹല്ലേലൂയ, അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂല് പോലെ, കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. ഒന്നുകൂടെ അവന്റെ കൈ കെട്ടിയിരുന്ന കയർ. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാ, ഒന്ന് കൈയടിക്കാതെ വണ്ണം നിന്നെ കെട്ടിയേക്കുന്ന കയറ്, നിന്റെ ആരോഗ്യത്തെ കെട്ടിയ കയറ്, നിന്റെ സ്തോത്രത്തെ നിന്റെ വായെ കെട്ടിയ കയറ് ഇന്ന് പകൽ ചണനൂല് പോലെ കണ്ടോ. അഭിഷേകം ചിലതിനെ കരിച്ചു കളയുന്നു. എനിക്കറിയത്തില്ല, ഇതിനകത്ത് അസാധാരണ ദൈവപ്രവൃത്തി നടക്കുകയാ ഇന്ന്. ആരാധന കണ്ടോ, അവിടെ ആഭിചാരത്തിന്റെ കയറ്, മന്ത്രവാദത്തിന്റെ കയറ്. യെസ് കണ്ടോ, ദൈവാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ അത് ചണനൂല് പോലെ. ഹല്ലേലൂയ. എനിക്ക് ആത്മാവിൽ കാണാം, ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ചില ശരീരങ്ങളിൽ കെട്ടിയ കയറുകൾ കരിയുന്ന കാഴ്ച. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ തകർക്കുവാൻ ചിലർ നിന്നെ ബന്ധിച്ച കയറുകൾ എവിടെല്ലാം കെട്ടിയോ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാം, പൗലോസേ നിന്റെ കാലിന് ആമമിട്ടാൽ ആരാധനത് പൊട്ടും. പത്രോസേ നിന്റെ കൈക്ക് ചങ്ങലയിട്ടാൽ ദൂതൻ തട്ടിയാൽ. ദൂതന്മാരുടെ സാന്നിധ്യം കാണുക. ചിലത് കരിയുന്നു, ചിലത് പൊട്ടുന്നു, ചിലത് റബ്ബല ഹസ്ത. യെസ്, ദൈവത്തിന്റെ സഹായം ഇറങ്ങുന്നു. സ്തോത്രം. നിന്റെ ശരീരത്തിൽ ഏതെങ്കിലും അവയവങ്ങൾക്ക് കെട്ടുവീണെങ്കിൽ, ജീസസ്, പൗലോസിലെ കയ്യാൽ അണലി വന്ന് തൂങ്ങിയപ്പം അത് കരിഞ്ഞില്ല, പൗലോസ് ഒന്ന് കൊടഞ്ഞു. ഇന്ന് പകൽ ചിലതിനെ കൊടയണം. പത്രോസിനെ ദൂതൻ തൊട്ടു, ചങ്ങല പൊട്ടി. ദൂതന്മാർ തൊടും ചിലതിനെ, ആത്മാവ് തൊടും ചിലരെ, പരിശുദ്ധാത്മാവ് ഇറങ്ങിത്തൊടും. എവിടെ കെട്ടിയോ അത് ചണനൂല് പോലെ. Glory to God. Glory to സ്തോത്രം. അവൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂല് പോലെയായി. അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചു പോയി. എങ്ങനെ പോയി? ദ്രവിച്ചു. ഒന്ന് അടുത്തിട്ട് കൈ കൊടുത്തിട്ട് ദ്രവിച്ചു പോയെന്ന് പറ. ഈ ദിവസങ്ങളിൽ ആത്മാവ് നിന്നോട് പറയാ, കാലപ്പഴക്കം ചെന്ന ചില ബന്ധനങ്ങൾ നിന്റെ ശരീരത്തിൽ നിന്ന് വചനമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ ഒതുക്കാൻ ചെയ്ത ചെയ്തികൾ ദ്രവിച്ചു പോകുന്നു. ദ്രവിച്ചു പോയി കഴിഞ്ഞപ്പോൾ എന്തോ ചെയ്തെന്ന് കേട്ടോണേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവനൊരു കഴുതയുടെ പച്ചത്താടിയല് കണ്ടു. ഹല്ലേലൂയ. അവനൊരു കഴുതയുടെ പച്ചത്താടിയിൽ കണ്ട കൈ നീട്ടിയെടുത്തു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആയുധം ഉപയോഗിച്ച് പരിചയമുള്ളവരോട് ചോദിക്കുക, താടിയല് കൊണ്ട് എന്നോ ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. പക്ഷേ താടിയല്ല അവിടെ വിഷയം, ആരെടുത്തെന്ന വിഷയം. ഒരു കഴുതയുടെ പച്ചത്താടിയല് കണ്ടു. അവനൊരു കഴുതയുടെ പച്ചത്താടിയല് കണ്ടു, കൈ നീട്ടി എടുത്തു. അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. ഒരു കഴുതയുടെ പച്ചത്താടിയല് കൊണ്ട് കൈ നീട്ടി എടുത്തു. അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. 1000 പേരെ കൊന്നു.
കഴുതയുടെ താടിയിൽ കൊണ്ട് കുന്നൊന്ന്, കുന്ന് രണ്ട്, കഴുതയുടെ താടിയിൽ കൊണ്ട് 1000 പേരെ ഞാൻ സംഹരിച്ചു എന്ന് ശിംശോൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ താടിയല് കയ്യിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു. ആ സ്ഥലത്തിന് രാമത്ത് ലേഹി എന്ന പേരായി. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, സ്തോത്രം, നിന്റെ കയ്യിൽ ചില ആയുധങ്ങൾ ഈ ദിവസങ്ങളിൽ തരും. എന്തിനാ? നിന്നെ തകർക്കാൻ വരുന്ന ശത്രുവിനെ നിഗ്രഹിക്കാൻ. കയ്യിൽ ഇണങ്ങിയ ആയുധമായി ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുക, സ്തോത്രം. ഇനി അത് കേട്ടെ, അത് കഴിഞ്ഞപ്പോൾ അവന് വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിയന്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ, ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് നോക്കി, അഗ്രചർമ്മികളായ ആൾക്കാര് മുഴുവൻ നോക്കി നിൽക്കുകയാണ് ശിംശോനെ തീർത്ത് കളയാൻ. ഈ ആയിരങ്ങളെ തകർത്ത് കഴിഞ്ഞപ്പോൾ ശിംശോൻ ഒരു വലിയ ദാഹം നേരിട്ടു. അവൻ ദൈവത്തോട് നിലവിളിക്കുക, അയ്യോ ഞാൻ ദാഹം കൊണ്ട് ഇപ്പോൾ മരിച്ചു പോകും. അപ്പോൾ ദൈവം ലേഖിയിൽ ഒരു കുഴി പിളരുമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ചു. ചിലരോട് ദൂത് പറയാം, നിന്നെ ഉപയോഗിക്കുക മാത്രമല്ല, നിന്റെ ദാഹം തീർക്കൂടെ ചെയ്യുന്ന ദൈവം. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക, ഇന്ന് പ്രാർത്ഥിക്കുന്ന ചിലരെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാ. ഒരു വാക്യം കൂടെ പെട്ടെന്ന് മനസ്സിൽ കൊണ്ടുവച്ച് ഞാൻ പ്രധാനമായ ഭാഗത്തേക്ക് വരിക. മനസ്സിനകത്ത് പറഞ്ഞ് എന്നെ ദൈവം ഉപയോഗിക്കുമെന്ന് പറ. ഹല്ലേലൂയ. ആർക്കും ആഗ്രഹമുണ്ട് ദൈവം എന്നെ ഒന്ന് ഉപയോഗിക്കണമെന്ന്. നിന്റെ കുടുംബ ചരിത്രം തിരുത്താൻ ദൈവം നിന്നെ ഉപയോഗിക്കും. റബന ഘടപതിരി ബിഗുഡമന. യെശയ്യാ പ്രവചനം 49 അധ്യായത്തിൽ 2 വാക്യത്തിലുണ്ട്, അവൻ നിന്റെ വായെ മൂർച്ചയുള്ള ഒരു വാൾ പോലെയാക്കി. ഹല്ലേലൂയ. തന്റെ കൈയുടെ നിഴലിൽ ഒളിപ്പിച്ചു വെച്ചു. അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി. ദൈവം ഉപയോഗിക്കാൻ പോകുന്നത് ഒന്ന് ശ്രദ്ധിക്കണം, നിന്റെ വായയാണ് മൂർച്ചയുള്ള വാൾ പോലെ. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാ പറയാ, നിന്റെ വായെ ദൈവം ഉപയോഗിക്കാൻ പോവാ. നിന്റെ വായെ സാത്താൻ ഉപയോഗിക്കരുത്. ഒന്ന് തൊട്ടേച്ച് പറയാം, നിന്റെ വാ സാത്താൻ ഉപയോഗിക്കല്ലെന്ന് പറ. എന്ന് പറഞ്ഞാൽ വാ കൊണ്ട് നല്ല വർത്താനേ പറയാവൂ. ആകരുതാത്തതൊന്നും വാ കൊണ്ട് പറയരുത്. ചിലരുടെ വായെ ആരാ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നേ? സാത്താനാ. നിങ്ങൾക്കറിയോ, കർത്താവ് നുണ പറയല്ലെന്ന് പറഞ്ഞാൽ സാത്താൻ പറയും നിൻ്റെ ആ വാ കൊണ്ട് തന്നെ നുണ പറയിപ്പിക്കും. ദൈവം പറഞ്ഞ് കൂട്ടിപ്പിടിപ്പിക്കരുത്, നിൻ്റെ ആ വാ കൊണ്ട് തന്നെ അന്യഭാഷ പറഞ്ഞുകൊണ്ട് കൂട്ടിപ്പിടിപ്പിച്ച് കളയും. നമ്മൾ മിണ്ടുന്നില്ല. ദൈവം പറഞ്ഞിട്ടുണ്ട് നീ ഭോഷ്ക് പറയരുത്, ആ വാ കൊണ്ട് തന്നെ ഭോഷ്ക് പറയും. അവിടെ മിണ്ടുന്നില്ല. മറ്റൊരുത്തൻ്റെ കുറ്റം പറയരുതെന്ന് പറഞ്ഞു, പക്ഷെ ആ വാ കൊണ്ട് സ്വോത്രമൊക്കെ പോയോ? പരദൂഷണം പറയല്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ വാ കൊണ്ട് തന്നെ ഇരുന്ന് പരദൂഷണം പറയുക. എന്നിട്ട് ചോദിക്കുക, കർത്താവ് എന്നെ അനുഗ്രഹിക്കാത്ത എന്നാ? ദൈവത്തിന് സൗകര്യമില്ലായിരുന്നു. എന്നോട് പിണങ്ങുമൊന്നും ചെയ്യരുത്. ഒരിക്കലും ഉപദേശി എന്നോട് പറഞ്ഞു, അനുഗ്രഹിക്കപ്പെടുന്ന ഒറ്റ വഴിയേ ഉള്ളൂ, എന്തുവാ? വാ സൂക്ഷിച്ചാൽ മതി. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ ആരുടെയും കുറ്റം പറയാത്ത. നിങ്ങളും ആരുടെയും കുറ്റം പറയല്ല. ഒന്ന് കൈ കൊടുത്ത് പറ, ആരുടെയും കുറ്റം പറയല്ലെന്ന് പറ. ഈ കുറ്റം പറയുമ്പോൾ ഒരു സുഖമുണ്ട്. കുറ്റം പറയുമ്പോൾ അത് കുഞ്ഞപ്പൻ തരുന്ന സുഖമാണ്, പരിശുദ്ധമായിരുന്നു ഒന്നുമല്ല. ആണോ? ആണോ? ചെല്ലിങ്ങനെ എല്ലാവരുടെയും കുറ്റം അവർ ചോദിക്കും, ഉപദേശിച്ചവരാരും ശരിയല്ല, പറയുന്ന നീ ശരിയാണോ? ദൈവമക്കളൊന്നും ശരിയല്ല, പിന്നെ നീ ശരിയാണോ? വേണ്ട, മിണ്ടുന്നില്ല. മഞ്ഞപ്പിത്തവല്ല വേണ്ട, കണ്ണിക്കൂടെ നോക്കിയാൽ മൊത്തം മഞ്ഞിച്ചിരിക്കും. അവൻ്റെ കണ്ണിന് പെട്ടെന്ന് ചികിത്സ ആവശ്യമാണ്. അപ്പം നിന്റെ വായ എന്ത് ചെയ്യും? മൂർച്ചയുള്ള, അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി, തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. ഇവിടെ എഴുതിയിരിക്കുക, നിന്റെ വായെ അവൻ എന്ത് ചെയ്യുമെന്നാ? മൂർച്ചയുള്ള വാൾ പോലെ, മൂർച്ചയുള്ള ഒരു വാൾ പോലെയാക്കും. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിന്റെ വായെ ദൈവം ഉപയോഗിക്കാൻ പോവാ. ഇരമ്യാ പ്രവചിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായാവും. നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ ആരുടെ വായാകും? ദൈവത്തിൻ്റെ വായാകും. ഒരിക്കൽ മോശ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്ക് വാക്സാമർത്ഥ്യം ഇല്ലെന്ന് പറഞ്ഞവൻ ദൈവം പറയുക, ഞാൻ നിൻ്റെ വായോടുകൂടെ ഇരിക്കും. ഞാനിന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക, നിൻ്റെ നാവിനെ ദൈവം ഉപയോഗിക്കാൻ പോവാ.
ചില ദുരാത്മാക്കളെ തീർത്തു കളയുവാൻ നിന്റെ നാവിനെ ദൈവം ഉപയോഗിക്കാൻ പോവാ. ചില രോഗികളെ സൗഖ്യമാകാൻ നിന്റെ നാവിനെ ദൈവം ദൈവം ഉപയോഗിക്കുക ചിലരെ യേശുവിൻ്റെ നാമത്തിൽ. നീ നിമിത്തം ഒരു ദേശം വിടുവിക്കപ്പെടട്ടെ. നീ നിമിത്തം ഒരു ദേശം. യെസ്, ഞാൻ ഒറ്റ കാര്യം പ്രസംഗിച്ചിട്ട് എൻ്റെ വാക്കുകളെ ചുരുക്കാം. എത്ര പേർക്ക് ആഗ്രഹമുണ്ടെന്ന് ഉപയോഗിക്കപ്പെടാൻ? അപ്പോസ്തല പ്രവൃത്തി എടുത്തേ, ഒറ്റ വാക്യം മാത്രം വായിച്ചേ. ഒത്തിരി വാക്യം വായിക്കണം. 8-ാം അധ്യായം വായിച്ചേ. 8-ാം അധ്യായം എടുത്ത് 5-ാമത്തെ വാക്യം. ഫിലിപ്പോസ് സമരിയ പട്ടണത്തിൽ ചെന്നു. ഫിലിപ്പോസ് സമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ട്. 7-ാം വാക്യം മുതൽ ശ്രദ്ധിക്കണം. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്ക നിലവിളിച്ചു. ഫിലിപ്പോസ് എന്ന ദൈവമനുഷ്യനെ ശമരിയ പട്ടണത്തിൽ ദൈവം അങ്ങോട്ട് ഉപയോഗിക്കുക. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, ഒരു പട്ടണത്തിൻ്റെ സ്ഥിതി മാറ്റാൻ ദൈവം ഒരാളെ ഉപയോഗിച്ചാൽ മതി. ഒരു ദേശത്തിൻ്റെ സ്ഥിതി മാറ്റാൻ ദൈവം ഒരാളെ ഉപയോഗിച്ചാൽ മതി. ചില വീടിൻ്റെ സ്ഥിതി മാറ്റാൻ ദൈവം ഒരാളെ ഉപയോഗിച്ചാൽ മതി. ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിൻ്റെ ഒരാളുടെ പ്രാർത്ഥന മതി, നിൻ്റെ വീടിനെ ദൈവം വിടുവിക്കും. നിങ്ങളുടെ വീടിനെ വിടുവിക്കാൻ ദൈവം ഉപയോഗിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുക, നിൻ്റെ ദേശത്തെ വിടുവിക്കാൻ ദൈവം നിന്നെ ഉപയോഗിക്കും. മനസ്സിലായി തുടങ്ങുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്നു. 7-ാം വാക്യം. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്ക നിലവിളിച്ചു പുറപ്പെട്ടു. അനേകം പക്ഷവാതക്കാരും മുടന്തരും കൂട്ട സൗഖ്യം. ഭൂതങ്ങൾ അലറുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. എന്താ കാര്യം? ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുക. ആരാ ഫിലിപ്പോസ്? മേശയെങ്കിൽ ശുശ്രൂഷിക്കാൻ വിളിച്ചവനാ. മേശ കൊണ്ട് ഒതുങ്ങിയില്ല, അവൻ്റെ ശുശ്രൂഷ പട്ടണങ്ങളിൽ വ്യാപരിച്ചു. ഈ ഫിലിപ്പോസിനെ 8-ാം അധ്യായത്തിൽ ആത്മാവ് എടുത്തോണ്ട് നടക്കുന്നുണ്ട്. ഈ ഫിലിപ്പോസിൻ്റെ മക്കളാണ് പ്രവചിക്കുന്ന പിള്ളേർ. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ഹല്ലേലൂയ, നിന്നെ ദൈവം ദേശത്ത് ഉപയോഗിക്കട്ടെ. നിന്നെ ദൈവം പട്ടണത്തിൻ്റെ വിടുതൽ ഉപയോഗിക്കട്ടെ. എത്ര പേരതിന് ആമീൻ പറയും? ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ്. യെസ്, ഞാനൊരിക്കൽ സുവിശേഷം ചെല്ലാത്തൊരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടെ 1000-ലധികം ആൾക്കാർ കൂടുന്നൊരു ചർച്ചുണ്ട്. എത്രയധികം? ആ 1000-ലധികം ആൾക്കാരെ വിടുവിച്ചെടുക്കാൻ ഒരു സുവിശേഷകനെ ദൈവം ഉപയോഗിച്ചു. നിങ്ങൾക്കറിയാം, ചിലരെയൊക്കെ തമ്പുരാൻ അങ്ങോട്ട് ഉപയോഗിക്കുന്ന കാണുമ്പം ഈയിടെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഞാൻ കണ്ടു. സ്തോത്രം. അതിലൊരു പോസ്റ്റ് കേട്ടോ, സ്തോത്രം, 3 ലക്ഷം പേര് കൂടുന്നൊരു ചർച്ചിൻ്റെ ഹിസ്റ്ററിയാണ്. ആ ചർച്ചിൻ്റെ ഗേറ്റൊക്കെ വെച്ച് ഇവിടെ 3 ലക്ഷം പേർ സഭായം കൊടുത്തു. ഒരു ദൈവദാസനെ ഉപയോഗിച്ചതാ. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, സ്തോത്രം, നിന്നെ ചില കാര്യങ്ങൾക്ക് കർത്താവ് ഉപയോഗിക്കാൻ പോവാ. കഴിവില്ലെന്ന് പറഞ്ഞ നിങ്ങൾ നോക്കിക്കോ, ഒരു മുക്കുവച്ചടക്കനായ പത്രോസിനെ കൊണ്ട് 3000 പേരെ ഒന്നിച്ച് സ്നാനപ്പെടുത്തിക്കാൻ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞെങ്കിൽ ഒരു ഫിലിപ്പോസിനെ ശമരിയ പട്ടണം ഇളക്കാൻ. ഹല്ലേലൂയ. എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ ഉപയോഗിക്കണേ, എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് നീ നിമിത്തം ഒരു ദേശം വിടുവിക്കപ്പെടട്ടെ. നീ നിമിത്തം ഒരു പട്ടണം. ശമരിയ പട്ടണത്തിലെ നോക്കി, ഫിലിപ്പോസിനെ കണ്ടപ്പോൾ ഭൂതങ്ങൾ എന്താ ചെയ്യാൻ തുടങ്ങി? അലറിയോടാൻ തുടങ്ങി. എന്നിട്ട് മാത്രമല്ല, പക്ഷവാതക്കാരും മുടന്തരും. അനേകം പക്ഷവാതക്കാരും. ഒന്നും രണ്ടും അല്ല, അനേക പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അനേക പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. നഷ്ടപ്പെട്ട സന്തോഷം ഒരു ഫിലിപ്പോസിനെ ദൈവം ഉപയോഗിച്ചപ്പോൾ ആ പട്ടണത്തിൽ തിരിച്ചു കിട്ടി. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്നെ ദൈവം ഉപയോഗിച്ചാൽ നഷ്ടപ്പെട്ട സന്തോഷം ചില വീട്ടിൽ തിരിച്ചു കിട്ടും. നഷ്ടപ്പെട്ട സന്തോഷം ചില കുടുംബത്തിൽ. തിരിച്ചറിഞ്ഞു. സ്തോത്രം ചെയ്യുക. ഇന്ന് ഈ ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുക, നഷ്ടപ്പെട്ട പലതും തിരിച്ചു കിട്ടാൻ പോവുക. കൈവിട്ടു പോയ പല സന്തോഷങ്ങളും തിരിച്ചു കിട്ടാൻ പോവുക. ചിലരെ ഉപയോഗിക്കാൻ പോവുക ദൈവം. യേശുവിൻ്റെ എനിക്കറിയത്തില്ല, ചിലരുടെ അകത്തുനിന്ന് സ്തുതി സ്തോത്രങ്ങൾ ഉയരുക.
നീ നിമിത്തം ചിലർക്ക് വിടുതൽ കിട്ടാൻ പോകുന്നു. നീ നിമിത്തം ചില ദേശം വിടുവിക്കപ്പെടാൻ പോകുന്നു. ദൈവം ഉപയോഗിക്കുന്ന ചിലരിവിടെ ഉണ്ട്. നിന്റെ സന്തതികളെ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ, കാനഡയിൽ, ജർമ്മനിയിൽ, പാരീസിൽ, ദുബായിൽ, മിഡിൽ ഈസ്റ്റിൽ ഒക്കെ നിന്റെ സന്തതിയെ ദൈവം ഉപയോഗിക്കുന്ന ദിവസങ്ങൾ അടുത്തു വരിക. തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യ്. യാക്കോബേ, നിന്നെ ഞാൻ സഹായിക്കും. യാക്കോബേ, നിന്നെ ഞാൻ ഉപയോഗിക്കും. വിശ്വസിക്കുന്നവരെ കൈ ഉയർത്തി ഒരു സ്തോത്രം ചെയ്യ്. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, നിന്നെ ദൈവം ഉപയോഗിക്കുമെന്ന് പറ. ഞാൻ കൊതിക്കുക ചിലരെ ദൈവം ഉപയോഗിക്കുന്ന കാണുവാൻ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ആ അമ്മച്ചി ഒന്ന് കൈപൊക്കി പിടിക്കാമോ? ആ വെള്ളശാളി ചുറ്റി അമ്മച്ചി ഒന്ന് കൈപൊക്കി പിടിക്കാമോ? നിങ്ങളുടെ അടുക്കൽ യേശു വന്ന് നിൽക്കുക. ഒരു കൈ നിങ്ങളുടെ തലയിലോട്ട് കർത്താവ് വെച്ചേക്കുന്നു. മറ്റേ കൈ പറയുക, നിനക്കുള്ളതിന് നേരെ എൻ്റെ കൈ നീളുകയാ. ജീസസ് അതെന്തിനാ നീളുന്നതെന്നറിയാമോ? നിനക്കുള്ള ഒന്നിൻ്റെ ചുറ്റ് ദൈവത്തിന് അഴിച്ചേ പറ്റൂ. അതഴിച്ചു കഴിഞ്ഞാൽ ഒരു വിടുതൽ നിന്റെ വീടിൻ്റെ ഉൾമുറി വരെ വ്യാപരിക്കും. ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക. റമന ഘടപതിരി ബിഗുഡമനരബന അപന ദുരഘട ബലബട ബലബട ബലബട. എനിക്കറിയത്തില്ല, ഇതുവരെ നടക്കാത്ത ചില കാര്യം ഇന്നത്തെ പ്രാർത്ഥനയിൽ നടക്കുക. ചിലരെ ദൈവം ഭയങ്കരമായി ഒരു സ്റ്റെഫിയെ ദൈവം ഉപയോഗിക്കുന്ന കാണുക. യേശു ഒരു സ്റ്റെഫിയെ ദൈവം ഉപയോഗിക്കുന്ന കാണുക. എവിടോ ഭയങ്കര ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് കാണിക്കുക. ഒരു സ്റ്റെഫിയെ ദൈവം, സ്റ്റെഫി എന്നൊരു പേര് ദൈവം എഴുതി കാണിക്കുക. ഒരു സ്റ്റെഫിയെ. ഹല്ലേലൂയ. മാതാവേ, അടുത്ത സ്തോത്രം 4.5 മാസം തികയുന്നതിന് മുമ്പ് നിന്റെ കൂടാരത്തിനകത്ത് ഒരത്ഭുതം നടക്കാൻ പോവാ. ജീസസ് യേശുവിൻ്റെ നാമത്തിൽ അത് നടന്നു തുടങ്ങട്ടെ. ഒരു ദൈവപ്രവൃത്തി ആത്മാവിനെ കാണിക്കുക. ആ പുറകിരിക്കുന്ന മോളുടെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, അപ്പുറത്തിരിക്കുന്ന നിന്റെ അടുക്കൽ കർത്താവ് വന്ന് നിൽക്കുന്നു. കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് ദൈവം അഭിഷേകം ചെയ്യുക. മോളെ, ആലിപ്പഴം പൊഴിയുന്ന കണ്ടിട്ടുണ്ടോ? അതുപോലെ നിന്റെ വീട്ടിൽ സ്വർഗീയ ആലിപ്പഴങ്ങൾ പൊഴിയാൻ പോവാ. നിനക്കുള്ള ഒന്നിനെ ദൈവം കരങ്ങളിൽ എടുക്കുന്നു. എൻ്റെ മുമ്പിൽ ആ സ്റ്റെഫി എന്ന പേര് ദൈവം ഇങ്ങനെ എഴുതി കാണിക്കുകയാ. ഇതിനകത്ത് സ്റ്റെഫി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, സ്റ്റെഫിയുടെ അമ്മയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാ, ഏതൊക്കെയോ വ്യക്തികളെ ദൈവം ഉപയോഗിക്കാൻ പോവാ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ലമന ഹംസന ശത്രു എഴുതിയ പല രേഖകളും ഇന്നത്തെ ആരാധനയും മാഞ്ഞു പോകാൻ പോവാ. റബല ഘടബല ബട ബല ബട ബല ബട അതുജ ബട ബല ബട ബല ബല. യേശുവിന് ആ റെഡ് ടീഷർട്ടിൻ്റെ ബ്രദറോട് ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച് നിന്റെ ആഗ്രഹങ്ങൾ പലതും ദൈവം പൂർത്തീകരിക്കാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിനക്ക് മുമ്പിൽ ചില വാതിലുകൾ തുറന്നു വെക്കാൻ പോവാ. നീ ഇനി മൂവ് ചെയ്യാൻ പോകുന്ന വാതിൽ വ്യത്യസ്ത വാതിലാ. അത് നീ തിരിച്ചറിയത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന കാഴ്ച പ്രാർത്ഥനയെ കാണുക. ഗ്ലോറി ടു ഗോഡ്. ലാസർ ഉയർത്തെഴുന്നേറ്റതുപോലെ നിന്റെ ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കാൻ പോവാ. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ദൂത് തരുക. ചില മരണദൂതനെ വെട്ടിക്കളയുന്നു. ഇതിനകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. റബഹസ്ത ചില ദുഷ്ടശക്തികളെ ചിലരെ ദൈവം ഉപയോഗിക്കുന്നു, ചിലരെ ദൈവം ഉപയോഗിക്കുന്നു, ചിലരെ ദൈവം ഉപയോഗിക്കുന്നു, ചിലരെ ദൈവം ആ റെഡ് ഷാൾ ഇട്ട മോളോടൊന്ന് കൈപൊക്കി പിടിച്ച് ഇരുന്നാൽ മതി. ഹല്ലേലൂയ. ദൈവം തന്നെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. നിന്റെ സ്ഥിതിക്ക് വലിയ മാറ്റം വരാൻ പോവുക. ഇപ്പം രാത്രിയാണ് നീ അനുഭവിക്കുന്നതെങ്കിൽ
സൂര്യനുദിച്ചു വരുന്ന നട്ടുച്ച നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാ. എവിടെ സ്ഥലത്ത് നീ കറങ്ങിക്കിടക്കുന്നോ അവിടുന്നെല്ലാം നിന്റെ കുരുക്കഴിച്ച് നല്ലതും വിശാലവുമായ ദേശത്തേക്ക് നിന്നെ ദൈവാത്മാവ് കൊണ്ടുപോകാൻ പോകുന്നു. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ചിലരുടെ കൂടാരങ്ങൾ മാറ്റിയടിക്കാൻ പോവുക. ഓ, എന്നെ ഹോളി സ്പിരിറ്റ് കാണിക്കുക, നിന്നെ ഉപയോഗിക്കാൻ പോവുക. നീ ചെല്ലേണ്ട റൈറ്റ് പ്ലേസ്. ഓ റബഹംസി, നീ എത്തേണ്ട റൈറ്റ് പ്ലേസ്, നീ ചെന്ന് കയറേണ്ട റൈറ്റ് പ്ലേസ്. ഓ ഒരു കാര്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. എനിക്ക് ഭയങ്കര ബോധ്യം കർത്താവ് തരുക. ആ ചക്ഷട്ടിട്ട മോനോടെ കൈപൊക്കിക്ക്. ഹല്ലേലൂയ. കർത്താവിന് നിന്നോട് ഭയങ്കര സ്നേഹമുണ്ട്. കർത്താവിന് നിന്നോട് ഭയങ്കര ഇഷ്ടമുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ആരെല്ലാം കൈവിട്ടാലും നിന്നെ കർത്താവ് കൈവിടത്തില്ല. അത്ര നിന്നോട് പ്രിയം ദൈവത്തിനുണ്ട്. ചില അസാധ്യതകളുടെ നടുവിലാണ് നീ നിൽക്കുന്നത്. ആ അസാധ്യതകൾ പൊട്ടാൻ പോവാ. നിനക്കൊരു ഭയങ്കര ഓപ്പണിങ് ദൈവമായിട്ട് തരാൻ പോവാ. ദൈവം തരുന്ന ഓപ്പണിങ് ശ്രേഷ്ഠമാണ്. ഞാൻ നിന്റെ തലയ്ക്ക് മുകളിൽ തമ്പുരാൻ എഴുതി കാണിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ കാൽവെപ്പുകൾ നിനക്ക് തരാൻ പോകും. പുതിയ പുതിയ മേഖലകൾ നിനക്ക് തരാൻ പോകും. ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് പറയുന്ന ദിവസങ്ങൾ വെളിപ്പെടുവാൻ പോകുകയാ. താങ്ക് യു ലോർഡ്. മടക്കി വെച്ച ഷീറ്റ് നിവർത്തിയിടുന്നത് പോലെ, മടക്കി വെച്ച കുട നിവർത്തി വെക്കുന്നത് പോലെ നിന്റെ ഫ്യൂച്ചർ ദൈവം നിവർത്തി വെക്കാൻ പോവാ. പ്രാർത്ഥനയിൽ നിറഞ്ഞ 1-2 മിനിറ്റുകൾ പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. അവൻ്റെ മേൽ ദൈവാത്മാവ് വന്നപ്പോൾ അവൻ്റെ കയ്യെ കെട്ടിയ കയറ് ചണനൂല് പോലെ